രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പ്രവാസികൾ. ഹൗസ് ലോൺ, കുടുംബത്തിൻ്റെ ഇത്, ബാധ്യത, മക്കളുടെ പഠിത്തം, അച്ഛൻ, അമ്മ, ഇങ്ങനെ ബാധ്യതകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ അവരിൽ നിന്നൊക്കെ ചിലർ വ്യത്യസ്തമാണ്, മനസ്സിലായില്ലേ? ഐഫോൺ 17 വാങ്ങുന്നു, അതിൻ്റെ പാക്ക് പൊട്ടിക്കുന്നു, അതിൻ്റെ വീഡിയോ ഇടുന്നു. അവൾ ഐഫോൺ വാങ്ങിയ കഥയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അവൾ എങ്ങനെയാണ് ഐഫോൺ വാങ്ങിയത് നിങ്ങൾക്കറിയോ? എന്തോരം കേട്ടിട്ടാണ് അവൾ ഐഫോൺ വാങ്ങിയത്? കണ്ടിട്ടില്ലല്ലോ. എന്നാൽ ആ ക്ലൈമാക്സിലോട്ടൊന്ന് പോയിട്ട് വരി, കണ്ടിട്ട് വരി. ഇത് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ണുവെച്ചാണ്, പക്ഷെ ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോസ്മിക് ഓറഞ്ച് കളറിലുള്ള ഐഫോൺ 17 Pro Max 256 GB ആണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ കൈ കിട്ടും. ഇന്നലെ ഇത് ഇറങ്ങിയതോളം എന്റെ കൈ കിട്ടി. പോലീസിന് തന്തക്ക് പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്ന് പറയുമ്പോൾ ആർക്കത് അക്സെപ്റ്റ് ചെയ്യണം? ജന്ന അല്ല, ഞാൻ അറിയാതിരിക്കുന്ന പോലീസ് അല്ല അല്ലല്ല, നമുക്ക് 2 തന്ത, അവർക്ക് 6 തന്ത. നിനക്ക് 6 തന്തയാണോ ജന്ന? നിങ്ങളാണ് രാവിലെ ഉച്ചക്ക് മോന്തിക്ക് രാത്രി മൊത്തം ഉണ്ട് എനിക്ക് തന്ത. ഒറ്റ പോണേ തന്തക്ക് പറയുന്നേ, തന്തക്ക് പറയുന്നത് നീ തന്തയില്ലാത്തോളെ. തന്ത ഉണ്ടെങ്കിൽ തന്തക്ക് വില അറിയൂ, തന്തയില്ലാത്തോളെ. തന്തയില്ലേ? ആണ് തന്ത മരിച്ചോയി, മരിച്ച് കബറിലല്ലേ? കബർ നിനക്ക് ഉണ്ടാക്കിയാൽ അറിയാലോ, നിന്നെ ആരുണ്ടാക്കിയാൽ അറിയാലോ. ഞാൻ നിന്നെ പറഞ്ഞോ തന്തക്ക് പറയുന്നേ? മാറി എനിക്ക് തന്തക്ക് പറഞ്ഞിട്ട് കേൾക്കുന്നേ. എനിക്ക് ഇവളെ പോലെ ആസിഫെ, എനിക്ക് ഇവളെ പോലെ ചന്തയാവാൻ പറ്റൂല. നീ ദേശിക്ക് പറഞ്ഞതാ. തോറ്റപ്പോ പൊള്ളുന്നല്ലേ? തന്തക്ക് പറയുന്ന നീ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. നീ ഈ ചന്തപ്പെണ്ണുങ്ങളെ മാതിരി ബൊംബൈയിൽ റെഡ് സ്ട്രീറ്റിൽ പോലും ഇങ്ങനത്തെ പ്രയോഗം പ്രയോഗിക്കല്ല. ബൊംബൈയിൽ ചുവന്ന തെരുവിലത്തെ പെണ്ണുങ്ങളെ പോലും ഉണ്ടല്ലോ ഈ വർത്താനം പറയില്ല. ബൊംബൈയിൽ ചുവന്ന തെരുവിലത്തെ പെണ്ണുങ്ങളെ പോലും ഇത്തരം വർത്താനം പറയില്ല. അതുകൊണ്ട് മര്യാദക്ക് സംസാരിക്കണം. നിന്നെ ലോക സുന്ദരിയായിട്ട് ആരെങ്കിലും ചിലപ്പോ കാണുന്നുണ്ടാവും. നിന്നെ ലോക സുന്ദരിയായിട്ട് ചിലപ്പോ ആരെങ്കിലും കാണുന്നുണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ല. നീ പറഞ്ഞത് കേട്ടിട്ട് ഇരിക്കാൻ വേണ്ടിട്ട്. മനസ്സിലായില്ലേ? എന്റെ മരിച്ച ഉപ്പാക്ക് പറഞ്ഞ ഞാൻ പിടിയില്ല, പെണ്ണിന്റെ വായിന്ന് കേട്ട് ഉറങ്ങിയില്ല. ഓക്കെ, എന്തിനു മുക്കോത്തിയാ? എന്തിനാ ഇത്? പറ 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 എന്തുവാ ഇത് പറഞ്ഞിട്ട് കേൾക്കുന്നേ? കണ്ടില്ലേ നിങ്ങള് അവൾ ഐഫോൺ വാങ്ങിയതിന്റെ കഥ? ഐഫോൺ 17 Pro എങ്ങനെയാണ് വാങ്ങിയത്? എന്തോരം തന്തയ്ക്ക് വിളി കേട്ടിട്ടാണ്, എന്തോരം വേഷ എന്നുള്ള വിളി കേട്ടിട്ടാണ്. ഇതാണ് GCCയിൽ രാത്രി കാലങ്ങളിൽ നടക്കുന്നത്. പകല് മറ്റു പണികളും, രാത്രി ഇതുമാണ്. പിന്നെ ഇവരെ പോലുള്ളവർക്ക് കൊടുക്കാൻ ആരാ ഇല്ലാത്തത്? ഒന്ന് പറയും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് സഹോദരിമാർ ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിലായിട്ടും അല്ലാതെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അധ്വാനിച്ച് വിയർത്ത് കുടുംബത്തിന് കാശ് അയക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ചെയ്യുന്ന ജോലി എന്താണെന്നറിയോ? പുറത്ത് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് തന്നെ അത്രയ്ക്ക് നാറ്റക്കേസായ പരിപാടിയാണ്. എന്തായാലും ഇത്തരം വീഡിയോകൾ ഞാൻ ഇടുന്നതെന്നറിയോ? ജനങ്ങൾ അറിയട്ടെ. ഇവരുടെ സഹോദരന്മാരോ സഹോദരിമാരോ അച്ഛനോ അമ്മയോ ഇവരെല്ലാം അറിയണം മക്കൾ ഇവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നത്, ഇവർ നാട്ടിൽ അയച്ചു കൊടുക്കുന്ന പൈസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. മനസ്സിലായല്ലേ? ഇത്രയേ ഉള്ളൂ പറയാൻ. ഇതാണ് പ്രവാസം. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രവാസികൾ പാടുപെടുന്ന പ്രവാസികളും ഉണ്ട്, പക്ഷേ ശരീരം അനങ്ങാതെ പണം ഉണ്ടാക്കുന്ന പ്രവാസികളും ഉണ്ട്. അതാണ് ഇതാണ് പ്രവാസം.